മക്കളെ, വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ബിഗിനർ ആണോ നിങ്ങൾ? ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻസ് വരും. അതായത് റാങ്ക് ഫെയിൽ വായിക്കണം, റാങ്ക് ഫെയിൽ നിന്ന് തുടങ്ങണോ, NCERT തുടങ്ങണോ, SCERT സ്റ്റാർട്ട് ചെയ്യണോ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കണോ, ക്ലാസ് ബുക്ക് മാത്രം പഠിച്ചാൽ മതിയോ, ഈ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെങ്കിൽ എത്ര അങ്ങോട്ട് പഠിച്ചിട്ടും നിങ്ങളിപ്പോ പ്രിപ്പയർ ചെയ്ത് തുടങ്ങി 1 മാസമായി, 1.5 മാസമായി, 2 മാസമായി അങ്ങോട്ട് റിസൾട്ട് കിട്ടുന്നില്ല, ഒരു പരീക്ഷയൊക്കെ എഴുതുമ്പോൾ മാർക്കൊന്നും മുമ്പിലോട്ട് പോകുന്നില്ല, അങ്ങനെയൊക്കെ ഒരു ഘട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ മക്കളെ, ഇവിടെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം പഠിക്കേണ്ട 50 ദിവസങ്ങൾ. 50 ദിവസങ്ങൾ ഒരു പക്ക സ്റ്റഡി പ്ലാൻ ഞാൻ നിങ്ങൾക്ക് തരാം. ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. ഈ 50 ദിവസം പഠിച്ചാലും ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, 50 ദിവസം പഠിച്ചാലും വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിന് ഏറ്റവും ചുരുങ്ങിയത് ഒരു 60+ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അവിടെ ഒന്നാമത്തെ കൺഫ്യൂഷൻ വരുന്നത് ഇതാണ്. റാങ്ക് ഫെയിൽ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 വോളിയം കിടപ്പുണ്ട്. മറ്റേ ഖണ്ഡകാവ്യം പോലെ ഇങ്ങനെ ദാ കിടപ്പുണ്ട് ഇഷ്ടംമാതിരി സാധനം. ഒരു കാലത്തും പഠിച്ചാൽ തീരത്തില്ല, പഠിച്ചാൽ ഓർമ്മ പോലും ഇരിക്കത്തില്ല, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഈ 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ, 50 ദിവസം ഈ ഒരു ടൈം ടേബിൾ അവർക്ക് ഒത്തിരി ഹെൽപ്പ് ആവും. അപ്പൊ ഈ 50 ദിവസം നിങ്ങൾ പഠിച്ചാലും ഉറപ്പിക്കാം 60+ മാർക്ക് നിങ്ങൾക്ക് 51ാമത്തെ ദിവസം എഴുതുന്ന എക്സാം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് കിട്ടിത്തുടങ്ങും. ഓക്കെ, അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പൊ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട് മക്കളെ. വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ അവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ഇംഗ്ലീഷ് 20 മാർക്ക് കിടപ്പുണ്ട്, മാത്സ് 20 മാർക്ക് കിടപ്പുണ്ട്, ഇംഗ്ലീഷ് 20, മാത്സ് 20. അത് കഴിഞ്ഞ് മലയാളം വന്നിട്ട് 10 ആണ്, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ 10 മാർക്ക്. സോ ഇത്രയും ആകുമ്പോൾ തന്നെ എത്ര മാർക്കായി? 60 മാർക്കായി. 4 വിഷയങ്ങൾ പഠിച്ചാൽ 60 മാർക്ക് അവിടെ സ്ട്രോങ് ആണ്. അപ്പോ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു കുട്ടി ഫസ്റ്റ് പ്രിഫറൻസിൽ ഇത് തീർത്തോണം. ഇത് തീർത്താൽ പകുതി പ്ലസ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതനുസരിച്ച് ഒന്ന് ഫോളോ ചെയ്തോളാം. നിങ്ങൾ അങ്ങോട്ട് പോകും തോറും, ഓരോ ദിവസം കഴിയും തോറും ഞാൻ ഉറപ്പ് തരാം, നിങ്ങളുടെ കോൺഫിഡൻസ് കൂടിക്കൂടി വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ ദിവസം എക്സാം എഴുതും തോറും നിങ്ങളുടെ മാർക്ക് കൂടി പോകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ യൂസ് ചെയ്തു. ഫസ്റ്റ് ഡേ 1 നോക്കുകയാണെങ്കിൽ, സോ ഡേ 1 നോക്കുകയാണെങ്കിൽ അവിടെ ടെൻസസ് നിങ്ങൾ പഠിച്ചു. ടെൻസസ്, ഓക്കെ, ടെൻസസ് വലിയ ടോപ്പിക്കാണ്, ഒരു ദിവസം കൊണ്ട് പഠിച്ച തീരത്തില്ല. സോ അതിന്റെ ഒരു പാർട്ട് 1 ഒന്ന് പഠിച്ചു തീർത്തോ, പാർട്ട് 1. അത് കഴിഞ്ഞ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, കുഞ്ഞു ടോപ്പിക്കാണ്, ഒരു 5 പേജ് 6 പേജ് ഒക്കെ മാത്രമേ വരത്തുള്ളൂ. നമുക്കത് പഠിച്ചു തീർക്കാൻ പറ്റും. ഒരു 5 പേജിനകത്തേ വരത്തുള്ളൂ, പഠിച്ച് നമുക്ക് തീർക്കാൻ പറ്റും. ഓക്കെ, ഈ 2 ടോപ്പിക്ക് 1ാമത്തെ ദിവസം പഠിച്ചു. അപ്പൊ അവിടെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് മക്കളെ. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ റിവിഷൻ എന്നൊരു സാധനം വേണം. റിവിഷൻ എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് മുമ്പ് പഠിച്ച 5 ടോപ്പിക്കെങ്കിലും റിവിഷൻ കൊടുത്ത് പോവുക. കാര്യം നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ഓർമ്മശക്തിയൊന്നും കാണത്തില്ല. നമ്മൾ പഠിച്ചാൽ എല്ലാം മറന്നു പോകും. സോ എല്ലാ ദിവസവും മിനിമം 5 ടോപ്പിക്ക് വെച്ച് റിവിഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ റിവിഷന്റെ ടോപ്പിക്കിൽ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് തീരുമാനിക്കാം. സോ ഉറപ്പിക്കാം എല്ലാ ദിവസവും റിവിഷൻ മസ്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ 2ാമത്തെ ദിവസം ടെൻസസിന്റെ പാർട്ട് 2. അതുപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. കേരളത്തിലെ ഫ്രീഡം മൂവ്മെന്റ്സ് എല്ലാം തന്നെ, അതും ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടെ പാർട്ട് 1 മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഡേ 3 നോക്കുകയാണെങ്കിൽ മാത്സിലേക്ക് നമുക്ക് പോവാം. നമ്പർ സിസ്റ്റം ഒരു വലിയ ടോപ്പിക്കാണ്. അതിന്റെ പാർട്ട് 1 പഠിക്കാം 3ാമത്തെ ദിവസം. അതേപോലെ തന്നെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, അതിന്റെയും പാർട്ട് 2 ഒന്ന് പഠിച്ചേക്കാം. ഓക്കെ അല്ലേ? 3 ദിവസം സെറ്റ് അല്ലേ? ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം പോകുമ്പോൾ നമ്പർ സിസ്റ്റം പാർട്ട് 2. നമ്പർ സിസ്റ്റം ഒരു വലിയ ടോപ്പിക്കാണ്. സോ നമ്പർ സിസ്റ്റം പാർട്ട് 2 നോക്കാം. അത് കഴിഞ്ഞ് ജോഗ്രഫിയിലെ ബേസിക് ഫാക്ട്സ് ഓഫ് ഇന്ത്യ, അടിസ്ഥാന വിവരങ്ങൾ, അതിർത്തികൾ, അതിരുകൾ, ഓരോ രാജ്യങ്ങളുമായിട്ട്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മെറിഡിയൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചിരിക്കാം. അപ്പൊ ഇവിടെ 4 ദിവസങ്ങൾ എത്തി. അത് കഴിഞ്ഞ 5ാമത്തെ ദിവസം നോക്കി. 5ാമത്തെ ദിവസം മലയാളം ഒറ്റപ്പദം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ, വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ, അങ്ങനെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. ആ ഒറ്റപ്പദം മൊത്തം ഒന്ന് പഠിക്കാം. അതേപോലെ തന്നെ ഹിസ്റ്ററിയിലെ ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന എപ്പോഴും 1 മാർക്ക് കിട്ടുന്ന ഗ്രേറ്റ് റവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്, ആ ടോപ്പിക്ക് പഠിച്ചു. അത് കഴിഞ്ഞ് 6ാമത്തെ ദിവസം പോകുമ്പോൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പാർട്ട് 1. അപ്പൊ ഞാനങ്ങനെ പറയാൻ കാരണം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഒരു എത്ര പേജേ വരത്തുള്ളൂ, എല്ലാം കൂടെ ചേർത്ത് ഒരു 65 മുതൽ 70 പേജ് വരെ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ അതിന് ഞാനിവിടെ 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കാണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ ടെലഗ്രാമിലും ഈ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിന്റെ ഒരു അടിപൊളി നോട്ട് ഇട്ടേക്കാം. അതിന് നിങ്ങൾ ഒരു 5 പാർട്ടായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പഠിച്ചു തീർക്കുക. അങ്ങനെ ഓരോ പാർട്ടായിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത് ഞാനിവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പൊ നോട്ട് കിട്ടാനായിട്ട് സൂപ്പർ നോട്ട്സിന്റെ ടെലഗ്രാം ചാനലിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ മതി.
നെക്സ്റ്റ് ജോഗ്രഫിയിലെ റോക്സ് എന്ന ടോപ്പിക്കും എപ്പോഴും വരുന്ന നല്ലൊരു ടോപ്പിക്കാണ് റോക്സ്, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എർത്ത് ആയാലും നിങ്ങൾക്ക് പഠിക്കാം, അതും ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ഡേ 7 പോകുമ്പോൾ അവിടെ മലയാളം പര്യായം നോക്കുക. ഓക്കെ, പര്യായം. ദെൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ടോപ്പിക്ക് നോക്കുക, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, അടുത്ത ഡേ 8 പോകുമ്പോൾ ഇംഗ്ലീഷിൽ കോൺകോഡ് നോക്കുക, അല്ലെങ്കിൽ സബ്ജക്ട് വെർബ് അഗ്രിമെന്റ് എന്ന് പറയുന്ന കോൺകോഡ്. ദെൻ അത് വലിയൊരു ടോപ്പിക്കാണ്, 2 ദിവസങ്ങളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. കോൺകോഡിന്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. അടുത്ത ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അതിന്റെ പാർട്ട് 1, ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ വരുന്ന അതിന്റെ പാർട്ട് 1 നോക്കുക, അല്ലെങ്കിൽ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചറിന്റെ പാർട്ട് 2 എന്ന നോട്ട് നിങ്ങൾ ടെലിഗ്രാമിൽ നോക്കിയാലും മതി. അവിടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് 9ാമത്തെ ദിവസം നോക്കുമ്പോൾ കോൺകോഡ് പാർട്ട് 2, അതേപോലെ ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ പാർട്ട് 2. നെക്സ്റ്റ് 10ാമത്തെ ദിവസം ബേസിക് ഫാക്ട്സ് ഓഫ് എക്കണോമിക്, ദെൻ പ്ലാനിംഗ് കമ്മീഷൻ, അങ്ങനെ എക്കണോമിക്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം. അതേപോലെ തന്നെ ഇംഗ്ലീഷിലെ ആർട്ടിക്കിൾസ് എന്ന ടോപ്പിക്കും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ആർട്ടിക്കിൾസ് 2 ടോപ്പിക്ക് മാത്രമേ ഞാൻ ഒരു ദിവസം തരുന്നുള്ളൂ. അപ്പൊ 2 ടോപ്പിക്ക് അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു തീർക്കാനുണ്ട്. ഒരു 3 മണിക്കൂറോ 3.5 മണിക്കൂറൊക്കെ ഇരുന്നാൽ ഈ 2 ടോപ്പിക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം പറയാം മക്കളെ, പുതുതായിട്ട് നിങ്ങൾ ഒരു ദിവസം ഒരു ടോപ്പിക്ക് പഠിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിലും റിവിഷൻ ബ്രേക്ക് ചെയ്യരുത്, റിവിഷൻ മുടക്കരുത്, കാര്യം മറന്നു പോകും നമ്മൾ. ഓക്കെ, നെക്സ്റ്റ് 11ാമത്തെ ദിവസം മാത്സിലെ ഭിന്നസംഖ്യകളും ദശാംശ സംഖ്യകളും എന്ന ടോപ്പിക്ക് പഠിച്ചു വെച്ചിരിക്കാം. ദെൻ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ ടാഗ്സ്, കുഞ്ഞു ടോപ്പിക്കാണ്, പഠിച്ചാൽ തീർക്കാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗ് എന്ന ടോപ്പിക്ക് നോക്കാം. അടുത്ത 12ാമത്തെ ദിവസം ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്ക്, കുഞ്ഞു ടോപ്പിക്കാണ്, പഠിച്ചു തീർക്കാൻ പറ്റും, അത് നോക്കുക. ദെൻ മാത്സിലെ ശതമാനം, പെർസെന്റേജ് എന്ന ടോപ്പിക്ക് പഠിക്കുക, റിവിഷൻ കൊടുക്കണം, മറക്കരുത്. നെക്സ്റ്റ് അടുത്ത 13ാമത്തെ ദിവസം പോകുമ്പോൾ നാഷണൽ ഫ്രീഡം മൂവ്മെന്റ്സ് പാർട്ട് 1, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങൾ, അതായത് ബംഗാൾ വിഭജനം മുതൽ അങ്ങോട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള ആ ഒരുപാട് പ്രക്ഷോഭങ്ങളുണ്ട്. ഞാൻ 2 പാർട്ടായിട്ട് ഇട്ടിരിക്കുന്നത്, അതിന്റെ പാർട്ട് 1 എന്ന് പഠിച്ചു വെച്ചേക്കാം. നൈറ്റിയിലെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഡിവൈസസ്, അതൊന്ന് നോക്കി വെച്ചേക്കാം. ഓക്കെ, നമ്മളിപ്പോ 13 ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് 14ാമത്തെ ദിവസം നാഷണൽ ഫ്രീഡം മൂവ്മെന്റ്സ്, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ 2ാമത്തെ പാർട്ട് ഒന്ന് പഠിക്കാം. അത് കഴിഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം എന്ന ടോപ്പിക്ക് നോക്കുക. കുഞ്ഞു ടോപ്പിക്കാണ്, പെട്ടെന്ന് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ദിവസം ഫണ്ടമെന്റൽ റൈറ്റ്സ്, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ തന്നെ മാത്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ 15 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം മക്കളെ? ഇനി നമ്മൾ പതുക്കെ ടെസ്റ്റിലേക്ക് നമ്മൾ ഇറങ്ങാം, നമ്മളെ എക്സാംസിലേക്ക് നമ്മൾ ഇറങ്ങാം. അവിടെ ഒരു കാര്യം ഉറപ്പിക്കാം, നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് 10 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ, 100-ല് വെറും 10 മാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. വിഷമിക്കരുത്, ഗ്രാജുവലി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ട് റോക്കറ്റ് വിട്ടവൻ ആരുമില്ല. ഇത് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്, മനസ്സിനെ ഒന്ന് വിശ്വസിപ്പിക്കുക. ഓക്കെ, അവിടെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ ടെസ്റ്റ് എടുക്കണം? നമ്മൾ ടെസ്റ്റ് എടുക്കുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നോക്കാം. നമ്മൾ ടെസ്റ്റ് എടുക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, അല്ലെ? 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ മലയാളത്തിന്റെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും, മാത്സിന്റെ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പൊ 50 മാർക്ക്. അപ്പൊ ആദ്യമൊന്നും നമുക്കിവിടെ ഒരുപാട് മാർക്കൊന്നും സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ പതുക്കെ എല്ലാ ദിവസവും ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം റിവിഷന്റെ ആവശ്യം വരത്തില്ല. ഒരിക്കലും റിവിഷന്റെ ആവശ്യം വരത്തില്ല, സമയം ലാഭിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾ ടെൻസസ് എന്നൊരു ക്വസ്റ്റ്യൻ വരെയാണ്. ഓക്കെ, ടെൻസസ് എന്നൊരു ടോപ്പിക് എന്നൊരു ക്വസ്റ്റ്യൻ വന്നു, ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് യഥാർത്ഥത്തിൽ റിവിഷൻ നടക്കുന്ന എന്താണ്? ആ ടോപ്പിക്കാണ് റിവിഷൻ നടക്കുന്നത്. ടെൻസസ് എന്ന ആ ടോപ്പിക്കാണ് നിങ്ങളുടെ മനസ്സിനകത്ത് റിവിഷൻ നടക്കുന്നത്, ആ റൂളാണ് നിങ്ങളുടെ മനസ്സിനകത്ത് റിവിഷൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും വലിയ പ്രയോജനം ഇതാണ്, ഇതിലെ വൊക്കാബുലറി, ഇംഗ്ലീഷ്, മലയാളം, ഒത്തിരി വൊക്കാബുലറി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യും തോറും ഒരുപാട് വൊക്കാബുലറി നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഓക്കെ, അവിടെ ഇങ്ങനൊരു കണ്ടീഷൻ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്കൊരു വൊക്കാബുലറി തെറ്റുകയാണെങ്കിൽ ഒരു 10 എണ്ണം നിങ്ങൾ ഇമ്പോസിഷൻ ഇട്ടോ. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു 5 ഓണിയം തെറ്റാണ്, 10 അന്റോണിയം പഠിച്ചോ. എനിക്കൊരു 1 വേർഡ് തെറ്റാണ്, 10 1 വേർഡ് ഇമ്പോസിഷൻ നിങ്ങൾ ഇട്ടോ. അതേപോലെ തന്നെ ഒരു പര്യായം മലയാളത്തിൽ തെറ്റാണ്, 10 പര്യായം ഇമ്പോസിഷൻ ഇട്ടോ. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. 1 തെറ്റിയാൽ 10 ഇമ്പോസിഷൻ എഴുതുക. അപ്പൊ ആദ്യം നമുക്ക് ചന്നം എന്ന ഇമ്പോസിഷൻ കിട്ടും. കാരണം എന്താണ്? നമുക്കൊന്നും അറിയത്തില്ലല്ലോ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മള്
വൊക്കാബുലറിയിൽ സ്ട്രോങ് ആയിട്ട് മാറും. എല്ലാ ദിവസവും 10-20 വെച്ച് നമ്മൾ പഠിച്ചു പോവുകയാണ്. സോ വൊക്കാബുലറിയിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഡൗട്ട് വരും, എവിടെ നിന്ന് കിട്ടും ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് വൊക്കാബുലറി? ആ സൂപ്പർ നോട്ട്സ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിനകത്ത് ഫ്രീ മെറ്റീരിയലിനകത്ത് അടിപൊളി നോട്ട്സ് കിടപ്പുണ്ട്, ഇംഗ്ലീഷ് മലയാളം അതിന്റെയൊക്കെ വൊക്കാബുലറി കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്തു, അല്ലെങ്കിൽ സൂപ്പർ നോട്ട്സിന്റെ വെബ്സൈറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോ, അല്ലെങ്കിൽ കയറി അതിനകത്ത് മെറ്റീരിയൽസ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വൊക്കാബുലറി മൊത്തം സെറ്റ് ആവും. ഇതുവരെ ചോദിച്ച 2020 മുതൽ 2025 വരെ ചോദിച്ച ഫുൾ വൊക്കാബുലറി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. അപ്പോൾ ടെസ്റ്റ് എടുക്കുന്നതിന്റെ ഗുണം ഞാൻ പറഞ്ഞു, ടോപ്പിക്കിന് റിവിഷൻ കൊടുക്കണ്ട, ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പീഡ് നന്നായിട്ട് കൂടും, വൊക്കാബുലറി ഏരിയ മൊത്തം നമുക്ക് സ്ട്രോങ് ആവും. ഓക്കെ, അടുത്ത 16ാമത്തെ ദിവസം പോവാം. അവിടെ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക് എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന മാത്സിലെ ടോപ്പിക്കും കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. നെക്സ്റ്റ് 17ാമത്തെ ദിവസം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതേപോലെ ആക്റ്റീവ് പാസീവ് വോയിസ് എന്ന് നോക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആക്റ്റീവ് പാസീവ് വോയിസ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൂടുതലും പ്രാധാന്യം കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതേപോലെ GK-യിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ്. GK-യിലെ ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ 2021 മുതൽ 2025 വരെ നടന്ന 13 ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പറുകളെ അനലൈസ് ചെയ്താണ് ടോപ്പിക് ഇട്ടേക്കുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും അധികം ആവർത്തിച്ചേക്കുന്ന GK ടോപ്പിക്സ് മൊത്തം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യത്തെ 50 ദിവസം കൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത 18ാമത്തെ ദിവസം ഇംഗ്ലീഷിലെ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന ടോപ്പിക്ക് പഠിക്കാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന ടോപ്പിക്കും പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്, രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, എനിക്കറിയാം ഇതൊന്നും തന്നെ ഈസി അല്ല, എനിക്കിവിടെ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, അറൈവൽ ഓഫ് യൂറോപ്യൻസ് പോയി പഠിക്കുക, പക്ഷെ പഠിച്ചെടുക്കാൻ സമയം ഇൻവെസ്റ്റ് ചെയ്യണം, മനസ്സ് ഇൻവെസ്റ്റ് ചെയ്യണം. ജോലി കിട്ടുമെന്നൊരു തോന്നല് അങ്ങറ്റം വരെ കിട്ടണം, ജോലി കിട്ടണം ആ തോന്നൽ അങ്ങറ്റം വരെ കൊണ്ടുപോകും. ഓക്കെ, ദെൻ 19ാമത്തെ ദിവസം സ്ട്രക്ചർ ഓഫ് എർത്ത് എന്ന ടോപ്പിക്ക് പഠിക്കുക. ദെൻ വിപരീത പദം, മലയാളത്തിലെ വിപരീത പദം ഒരുപാടുണ്ട്. അത് പതുക്കെ എല്ലാ ദിവസവും വൊക്കാബുലറിയിൽ അടിയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, നെക്സ്റ്റ് 20ാമത്തെ ദിവസം ലിറ്റററി സോഴ്സസ് ഓഫ് കേരള, ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അതായത് കേരളത്തെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഒരുപാട് ബുക്കുകളുണ്ട്, അതിനൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചെടുക്കാം. അതേപോലെ തന്നെ മാത്സിലെ കലണ്ടർ എന്ന ടോപ്പിക്ക് നോക്കുക, കലണ്ടർ. ഓക്കെ, നെക്സ്റ്റ് 21ാമത്തെ ദിവസം ഫണ്ടമെന്റൽ റൈറ്റ്സ്, പൊളിറ്റിയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതേപോലെ തന്നെ ക്ലോക്കിലെ എന്ന ടോപ്പിക്കിന്റെ പാർട്ട് 1, മാത്സിലെ ക്ലോക്ക് പാർട്ട് 1. 22 ക്ലോക്ക് പാർട്ട് 2, അതേപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ അതിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് പഠിക്കാം. നെക്സ്റ്റ് ഡേ 23 സമയവും ദൂരവും, മാത്സിലെ സമയവും ദൂരവും, മലയാളത്തിലെ ശൈലികൾ, പഴഞ്ചൊല്ലുകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. 24 പദശുദ്ധി പരിഭാഷ, മലയാളത്തിലെ പദശുദ്ധി പരിഭാഷ. കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്, പെട്ടെന്ന് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റും. റിവിഷൻ കൊടുത്താൽ മതി. ആദ്യം നമുക്കൊന്നും മനസ്സിൽ നിന്നില്ല എങ്കിലും റിവിഷൻ കൊടുക്കും തോറും എന്ത് ചെയ്യും, ഇതൊക്കെ നമുക്കൊരു കാണാപ്പാഠം പോലെ നമുക്ക് മനസ്സിലാക്കി നിൽക്കും. നെക്സ്റ്റ് ഡേ 25 ജോഗ്രഫിയിലെ നോർത്തേൺ മൗണ്ടൻസ്, ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് നോർത്തേൺ മൗണ്ടൻസ്. ദെൻ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പാർട്ട് 3 എന്ന ടോപ്പിക്ക് പഠിക്കാം. അടുത്ത ഡേ 26 നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ജോഗ്രഫിയിലെ മാത്സിലെ ആവറേജ് എന്ന ടോപ്പിക്ക് പഠിക്കാം. ഡേ 27 നീതി ആയോഗ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് നീതി ആയോഗ്. ദെൻ ഒളിമ്പിക്സ് 2024 എന്ന ടോപ്പിക്ക് നോക്കാം. ഡേ 28 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, പിന്നെ നാഷണൽ ഇൻകം, ആ ടോപ്പിക്സ് നോക്കുക. നാഷണൽ ഇൻകം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ പരീക്ഷയ്ക്കും സ്ഥിരമായിട്ട് നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരും. നെക്സ്റ്റ് വൺ ഡേ 29 ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പാർട്ട് 4, അതേപോലെ തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ പാർട്ട് 5. അത്രയും വായിച്ചു തീർക്കുമ്പോൾ അവിടെ നല്ലൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നീട് നമുക്ക് അറിയാത്ത മേഖലയിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ആ ടോപ്പിക്ക് മാത്രം പിന്നീട് നമുക്ക് പഠിച്ച് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ 30ാമത്തെ ദിവസം മാത്സിലെ ആവറേജ്, അതേപോലെ തന്നെ റിസർവ് ബാങ്ക് ആൻഡ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്ക് പഠിക്കാം. നമ്മൾ 13 ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുകയാണെങ്കിൽ 13 ക്വസ്റ്റ്യൻസ് ആ മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഈ 30 ദിവസം കഴിയുമ്പോൾ നമ്മൾ GK-യിൽ ഇതുവരെ നമ്മൾ 20 ക്വസ്റ്റ്യൻസോ 30 ക്വസ്റ്റ്യൻസോ വെച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഫുൾ ടെസ്റ്റ് നിങ്ങൾ എടുക്കണം. 100 മാർക്കിന്റെ ഫുൾ ടെസ്റ്റ് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. സ്പീഡ് കൂട്ടാൻ പറ്റും, നമ്മുടെ സ്ട്രോങ് ഏരിയ അറിയാൻ പറ്റും, വീക്ക് ഏരിയ അറിയാൻ പറ്റും. മാത്രമല്ല എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നമുക്ക് പഠിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് ഫുൾ ടെസ്റ്റ് കൊടുക്കുക, റിവിഷൻ കൊടുക്കുക, അതിനുശേഷം പുതിയ ടോപ്പിക്കുകൾ പഠിക്കുക. നെക്സ്റ്റ് വൺ ഡേ 31 ഇംഗ്ലീഷിലെ വെർബ് നോക്കുക. അതേപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, ആ ടോപ്പിക്ക് നോക്കുക. ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, അതേപോലെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സെക്കൻഡ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ദെൻ കോൾഡ് വാർ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ ഇത്രയും മാത്രം നോക്കി വെച്ചാൽ മതി. അടുത്ത 32 ഇത് ഫ്രഞ്ച് റെവല്യൂഷനും ചൈനീസ് റെവല്യൂഷനും. ഒരുപാട് പഠിക്കാൻ നിന്നാൽ ഒന്നും പറ്റത്തില്ല. ഓക്കെ, ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മക്കളെ, നിങ്ങൾ ടു ഡു ലിസ്റ്റ് അടിച്ചിടുമ്പോൾ ടു ഡു ലിസ്റ്റ്, അപ്പൊ ഞാൻ ടു ഡു ലിസ്റ്റ് ഒക്കെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇന്ന് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ, എനിക്ക് ഇന്ന് ഇന്ന സാധനം ചെയ്യണം, 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 10 എണ്ണം എഴുതിയത്. പക്ഷെ ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല.
അപ്പൊ ഞാൻ തന്നെ എന്ത് ചെയ്യും, അങ്ങ് വരയ്ക്കും. പിന്നീട് അവിടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രം, അതായത് ഒരു 3 സാധനം മാത്രം ടു ഡു ലിസ്റ്റിൽ അടിച്ചത് ഒരു ദിവസം, ആ 3 തീർക്കും. മനസ്സ് ഭയങ്കര സന്തോഷമാവും. പിറ്റേ ദിവസം അതേപോലെ ചെയ്യാനായിട്ട് നന്നായിട്ട് തോന്നും. അതുകൊണ്ട് ഒരുപാട് നിങ്ങൾ പ്ലാൻ ചെയ്തു പോയാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ മാത്രം പ്ലാൻ ചെയ്യുക, അതിനെ മാത്രം എക്സിക്യൂട്ട് ചെയ്യുക. ഉറപ്പായിട്ടും മനസ്സ് ഹാപ്പി ആയിരിക്കും. നാളെ നമുക്കത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, മറക്കരുത് കേട്ടോ. അടുത്ത ഡേ 32ാമത്തെ ദിവസം പോകുമ്പോൾ അവിടെ ഇൻഫിനിറ്റീവ് ആൻഡ് ജനറൽസ് എന്ന ടോപ്പിക് നോക്കാം. അതേപോലെ പൊളിറ്റിയിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന ടോപ്പിക്കും കൂടെ പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ് 34 റഷ്യൻ റവല്യൂഷൻ, ഇമ്പോർട്ടന്റ് ആണ്. റഷ്യൻ റവല്യൂഷൻ ടോപ്പിക് നോക്കാം. ദെൻ ഫിസിയോഗ്രഫി ഓഫ് കേരള, വെസ്റ്റേൺ ഘട്ട്, അതേപോലെ തന്നെ മലനാട്, ഇടനാട്, തീരപ്രദേശം മൊത്തം പഠിക്കുക. അതേപോലെ 34 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്സ്, വലിയ ടോപ്പിക്കാണ് മക്കളെ. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല എന്നാണ് എന്റെ വിശ്വാസം. എന്നാൽ 2 ദിവസം കൊണ്ടെങ്കിലും പഠിച്ചു തീർക്കാം. പക്ഷെ അമെന്റ്മെന്റ്സ് നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ എന്തൊക്കെ വേണം, പഞ്ചായത്ത് രാജ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കണം. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി ആക്ട്, ദെൻ അത് കഴിഞ്ഞ് പഞ്ചായത്ത് ആക്ട്, അതേപോലെ തന്നെ കമ്മിറ്റികളുണ്ടല്ലോ അതെല്ലാം പഠിച്ച് നിങ്ങൾ പോവാവും. അതുകൊണ്ട് വലിയ ടോപ്പിക്കാണ്. 2 ദിവസം എടുത്ത് നിങ്ങൾ പഠിച്ചോ, കുഴപ്പമില്ല. ഓക്കെ, അതേപോലെ എക്കണോമിക്സിലെ ടാക്സസ് ആൻഡ് നോൺ ടാക്സസ് നല്ല ടോപ്പിക്കാണ്. ദെൻ 35ാമത്തെ ദിവസം ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, പിന്നെ കോൾഡ് വാർ, അത് പഠിക്കാം. ലോക്പാലും ലോകായുക്തയും കൂടെ നോക്കാം. 36ാമത്തെ ദിവസം എമർജൻസി. എമർജൻസി നല്ല ടോപ്പിക്കാണ്. ഒരുപാട് തവണ ക്വസ്റ്റ്യൻസ് വന്ന മേഖലയാണ്. ഇന്ത്യയിലെ അടിയന്തരാവസ്ഥകൾ, ഓക്കെ, അത് പഠിക്കാം. അതേപോലെ തന്നെ സമാനപദം, മലയാളത്തിലെ സമാനപദം എന്ന ടോപ്പിക്ക് നോക്കാം. 37ാമത്തെ ദിവസം മാത്സിലെ ലോസ് ഓഫ് എക്സ്പോണൻസ്, പിന്നെ പഞ്ചായത്ത് രാജ്. അത് അമെന്റ്മെന്റ്സിനകത്ത് പഠിച്ച് തീർത്താലും മതി. ഞാൻ അമെന്റ്മെന്റ്സിന് ഒരു ദിവസമാണ് ഇട്ടത്. ഇവിടെ നിങ്ങൾക്ക് അതിന്റെ 2ാമത്തെ ദിവസം യൂസ് ചെയ്യാം. ഓക്കെ, അടുത്ത 38ാമത്തെ ദിവസം മാത്സിലെ പ്രോഗ്രഷൻ, ദെൻ IT-യിലെ സോഫ്റ്റ്വെയർ നോക്കാം. അടുത്ത 39ാമത്തെ ദിവസം കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഇന്ത്യൻ ഫോറസ്റ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യൻ ഫോറസ്റ്റ്, ടൈപ്സ് ഓഫ് ഫോറസ്റ്റ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഡെഫിനേഷൻ എന്താണ്, എല്ലാം പഠിച്ചു വെച്ചിരിക്കുക. ദെൻ 40ാമത്തെ ദിവസം കുടുംബ ബന്ധങ്ങൾ, ദെൻ നാഷണൽ ഇൻകം എന്ന ടോപ്പിക്ക് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണ് നാഷണൽ ഇൻകം, കുടുംബ ബന്ധങ്ങൾ മാത്സിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് 41ാമത്തെ ദിവസം കോൾഡ് വാർ. കോൾഡ് വാർ ദെൻ മലയാളത്തിലെ ചേർത്തെഴുതുക നോക്കാം. ദെൻ 42ാമത്തെ ദിവസം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, പിന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, അത് മൊത്തം പഠിക്കാം. അടുത്ത 43ാമത്തെ ദിവസം യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, UNO, മലയാളത്തിലെ വാക്യശുദ്ധി എന്ന ടോപ്പിക്ക് പഠിക്കാം. 44 ISRO പാർട്ട് 1 ആണ്. വലിയ ടോപ്പിക്കാണ് ISRO, ലോഞ്ചസ്, DRDO ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ അത് കഴിഞ്ഞ് ജോഗ്രഫിയിൽ വരുന്ന മാപ്പ് എന്ന ടോപ്പിക്ക് നോക്കാം. അടുത്ത 45ാമത്തെ ദിവസം മലയാളത്തിൽ പിരിച്ചെഴുത്ത്, പിന്നെ ഘടകപദം നോക്കി വെച്ചേക്കാം. 46 ISRO പാർട്ട് 2. അതേപോലെ തന്നെ സിവിക്സിൽ വരുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഒന്ന് നോക്കാം. ദെൻ 47ാമത്തെ ദിവസം സൈബർ ലോ ആൻഡ് സൈബർ ക്രൈംസ്. ദെൻ അത് കഴിഞ്ഞ് ജോഗ്രഫിയിൽ വരുന്ന ഓഷൻ കറൻസ്, ഇമ്പോർട്ടന്റ് ആണ് ജോഗ്രഫിയിൽ ഓഷൻ കറൻസ്. 48 ബയോഡൈവേഴ്സിറ്റി പഠിക്കുമ്പോൾ അവിടെ കുറെ നിയമങ്ങളുണ്ട്, ക്യോട്ടോ പ്രോട്ടോകോൾ, അതേപോലെ തന്നെ നമ്മുടെ ഓസോൺ വരുന്ന അതിന്റെ പോയിന്റ്സ്, ദെൻ അതേപോലെ എന്തൊക്കെ മലിനീകരണം ഉണ്ടാക്കുന്നു ആ കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. അടുത്ത പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ 1956. ഓക്കെ, നെക്സ്റ്റ് 49ാമത്തെ ദിവസം അടിയന്തരാവസ്ഥ, എമർജൻസി. നേരത്തെ ഒരിക്കൽ വന്നൊരു ടോപ്പിക്കാണ്, സോറി റിപ്പീറ്റ് ചെയ്തതിൽ ക്ഷമ ചോദിക്കുന്നു. സോ 49ാമത്തെ ദിവസം അവിടെ നിങ്ങൾക്ക് ഏത് യൂസ് ചെയ്യാം, കോസ്റ്റൽ പ്ലെയിൻ എന്ന ടോപ്പിക് ആഡ് ചെയ്യാം. ജോഗ്രഫിയിൽ വരുന്ന കോസ്റ്റൽ പ്ലെയിൻ, അതേപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് എർത്ത്, അറ്റ്മോസ്ഫിയർ, ഓഷൻ കറൻസ്, ആ ടോപ്പിക്കൊക്കെ ഏതെങ്കിലും സ്കിപ്പ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു റിവിഷൻ കൊടുക്കാം. ദെൻ ഇന്റർനെറ്റ് എന്ന ടോപ്പിക്ക് പഠിക്കാം. 50ാമത്തെ ദിവസം ഹ്യൂമൻ റൈറ്റ്സ്, പിന്നെ പെനിൻസുലർ പ്ലേറ്റു, ആ ടോപ്പിക്ക് പഠിച്ചു വെച്ചു. 50 ദിവസം. ഈ 50 ദിവസം ചിലപ്പോൾ ഇത് തീരുന്നില്ല എന്ന് വരാം. കാര്യം അത്യാവശ്യം സമയം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താലേ തീരത്തുള്ളൂ. ഒരു 3.5-4 മണിക്കൂറൊക്കെ എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ചാലേ തീരത്തുള്ളൂ. പക്ഷെ 50 ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു 60 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് തീർക്കാൻ നോക്കുക. മക്കളെ ഉറപ്പ് തരാം, ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചാൽ, ഇത്രയും ടോപ്പിക്ക് പഠിച്ചാൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഫുൾ ഇതിനകത്ത് കവറായി. മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഫുൾ ഏതാണ്ട് ചോദിക്കുന്ന എല്ലാം ഇതിനകത്ത് കവറായി. ദെൻ അത് കഴിഞ്ഞ് ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ആ ഒരു 5 പാർട്ടായിട്ട്, 5+1 ഉത്സവങ്ങൾ 6 പാർട്ടായിട്ട് നമ്മൾ തീർത്തു. ഓക്കെ, ദെൻ അത് കഴിഞ്ഞ് ബാക്കി ഹിസ്റ്ററിയിലെ പ്രധാന ഏരിയാസ് നോക്കി, ജോഗ്രഫിയിലെ പ്രധാന ഏരിയാസ് നമ്മൾ നോക്കി, പൊളിറ്റിയിലെ പ്രധാന ഏരിയാസ് നമ്മൾ നോക്കി, IT-യിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ നോക്കി. അപ്പോൾ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളൊരു 51ാമത്തെ ദിവസം ഒരു ടെസ്റ്റ് എഴുതുമ്പോൾ, ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഉറപ്പ് തരാം നിങ്ങൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 55 മുതൽ 60 വരെയുള്ള മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ പ്ലസും സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ നടക്കുന്ന കേസ് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ മനസ്സിലാക്കുക, ഇതുവരെ നടന്ന ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്കും 55+ എന്ത് ചെയ്തിട്ടില്ല, കട്ട് ഓഫ് പോയിട്ടില്ല. 55+ കട്ട് ഓഫ് ഇതുവരെ പോയിട്ടില്ല. സോ ഈ 50 ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങളെ മാർക്ക് കൂടി പോകുന്നത്, കയറി പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്തുകൂടാ.
നന്നായിട്ടൊന്ന് ഫോളോ ചെയ്തോ. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സ് വരാൻ പോകുന്ന ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. അപ്പോൾ ഇവിടെ കുറച്ച് സീറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഓണം ഓക്കെ എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഓണമല്ലേ, വീട്ടിൽ ആഘോഷമല്ലേ, പഠിക്കണം മക്കളെ, ഓണം വരും, ക്രിസ്മസ് വരും, വിഷു വരും. ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, ജോലി കിട്ടുന്നതിന് മുമ്പുള്ള ഓണം, ജോലി കിട്ടിയതിന് ശേഷമുള്ള ഓണം രണ്ടാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്, മനസ്സിലായല്ലോ? ജോലി കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്നും അല്ലാത്തൊരു ഓണം, പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ എല്ലാം ആയിട്ടുള്ള സെറ്റായിട്ടുള്ള ഒരു ഓണം. അത് രണ്ടാണ്. ബ്രേക്ക് കൊടുക്കരുത്. നിങ്ങൾ ഒരു ദിവസം ഉഴപ്പുകയാണെങ്കിൽ നിങ്ങളുടെ കോമ്പറ്റീറ്റർ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൻ കയറിപ്പോവും, നമ്മൾ താഴേക്ക് വരും. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമിന് ഒരു മാർക്കിന്റെ ഡിഫറൻസ് ഏറ്റവും ചുരുങ്ങിയത് 100 റാങ്കിന്റെ ഡിഫറൻസ് എങ്കിലും ഉണ്ടാക്കും. 100 റാങ്കിന്റെ ഡിഫറൻസ് ഏറ്റവും ചുരുങ്ങിയത് ഉണ്ടാക്കും. ഒന്ന് ആലോചിച്ച് നോക്കേ, 100 റാങ്ക് നിയമനം നടക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 4-5 മാസം എടുക്കും, അല്ലെങ്കിൽ അത്രയും പോകത്തില്ല, ഒരു 3 മാസം എടുക്കും. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ 3 മാസം. അപ്പോൾ നിങ്ങളുടെ ഒരു മാർക്ക് 3 മാസമാണ് ലൈഫിൽ എന്ത് ചെയ്യുന്നത്, തള്ളിപ്പോകുന്നത്. ഒരു 3 മാർക്കാണെങ്കിൽ 1 വർഷം, 5 മാർക്കാണെങ്കിൽ ജോലിയും പോയി. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾ പഠിക്കുന്നവരുടെ ചോദിച്ചാൽ മതി, കട്ട് ഓഫ് എപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ജോലി കിട്ടാതിരിക്കുന്നത് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒക്കെ ഡിഫറൻസിലാണ് ഓരോരുത്തർക്കും ജോലി കിട്ടാതിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓണം വരും, ക്രിസ്മസ് വരും, എല്ലാം വരും, പക്ഷേ പഠിത്തത്തിന് ബ്രേക്ക് കൊടുക്കരുത്, ഇപ്പോഴേ തുടങ്ങിക്കൂടാം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുപോവുക. ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക. അത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും 5 ടോപ്പിക്കുകൾക്ക് എന്ത് കൊടുക്കുക, 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക. മക്കളെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പുതിയ ടോപ്പിക്ക് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റിവിഷൻ കൊടുക്കാൻ നിങ്ങൾ മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ടോപ്പിക്ക് നോക്കുക, 5 ടോപ്പിക്കുകൾക്ക് റിവിഷൻ കൊടുക്കുക. എല്ലാ ദിവസവും ഒരു ഫുൾ ടെസ്റ്റ് നിങ്ങൾ എടുത്തോ. അപ്പോൾ അത്രയും ചെയ്താൽ മതി മക്കളെ. 51ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ അത്ഭുതങ്ങൾ കാണിച്ചു തുടങ്ങും. ഓക്കെ, അപ്പൊ നന്നായിട്ട് പഠിച്ചോ. അപ്പൊ നമ്മൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, കഴിഞ്ഞ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് 63 മാർക്കാണ്. 63 മാർക്ക്, ഇപ്പൊ ഫുള്ളൊന്നും വേണ്ട, 63 മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയുടെ മാർക്ക്. നിലവിൽ ജോലി കിട്ടിയ കുട്ടിയുടെ മാർക്ക് വന്നേക്കുന്നത് 46 മാർക്കാണ്. 46. ദെൻ 10ാമത്തെ റാങ്കുകാരന്റെ മാർക്ക് 57 ആണ്. ഈ 57, 46 ഒക്കെ നിങ്ങളെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ലേ? ഉറപ്പായിട്ടും പറ്റും. പഠിച്ചു തുടങ്ങിക്കോ, നേരത്തെ പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ നമ്മൾ സൂപ്പർ നോട്ട്സിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്തോളാം. ആഗ്രഹിക്കുന്നവരൊക്കെ ജോയിൻ ചെയ്തോ. കാര്യം അവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ക്ലാസ് കിട്ടിയിരിക്കും. ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 20+ ഫാക്കൽറ്റീസിന്റെ അടിപൊളി ക്ലാസ്. മാത്രമല്ല കൂടെ ഞങ്ങൾ കാണും. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. മീൻസ് ഫസ്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തതിന് ശേഷം പിന്നെ കാണണമെങ്കിൽ മഷീറ്റ് നോക്കണം, അതല്ല. എല്ലാ തിങ്കളാഴ്ചയും നമുക്കൊരു മെന്റർഷിപ്പ് സെഷൻ ഉണ്ട്. എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് ഒരു അടിപൊളി മെന്റർഷിപ്പ് സെഷൻ ഉണ്ട്. നമ്മൾ എക്സാം വരെ, പ്രിലിംസ് കം മെയിൻസ് വരെ നിങ്ങൾക്ക് കട്ട സപ്പോർട്ട് തരും. ഓക്കെ, അല്ലാതെ 3 മാസം കൊണ്ട് സിലബസ് ഒക്കെ തീർത്തിട്ട് മക്കളെ എല്ലാം കഴിഞ്ഞാൽ പൊക്കോ, 50 ദിവസം പരിപാടി തീർന്ന പൊക്കോ, അടുത്ത ബാച്ചിൽ കാണാം. അതല്ല, എക്സാം വരെ, മെയിൻസ് വരെ കട്ട സപ്പോർട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എൻഷുർ എന്താണ് എനിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എനിക്ക് വേണ്ടത്. 1, ഉറപ്പായിട്ടും അവര് കൂടെ വേണം. 2, പെട്ടെന്ന് സിലബസ് ഓടിച്ചിട്ട് തീർത്തങ്ങ് പറഞ്ഞു വിടാനല്ലേ, എക്സാം വരെ കട്ടയ്ക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് തരണം. അടിപൊളി ക്ലാസ് ആയിരിക്കണം, പ്രിന്റ് റെഡി ആയിട്ടുള്ള PDF ആയിരിക്കണം, ഒരുപാട് നോട്ട് എഴുതിയ സമയം കളയാൻ പറ്റത്തില്ല. ഇത്രയും കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തവരാണ്. പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കോ. സോ ക്ലാസ്സിൽ കാണാം. അപ്പൊ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ, 8281223366. ഓക്കെ, അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. സോ നമുക്ക് ക്ലാസ്സിൽ കാണാം. പഠിച്ചു തുടങ്ങിക്കോ. അടുത്ത ഓണത്തിന്റെ സമയത്തൊക്കെ നിങ്ങൾ ഉറപ്പുള്ള റാങ്ക് ലിസ്റ്റിൽ വന്ന് നിൽക്കുന്ന ആ ഒരു കാലമായിരിക്കും. ഓക്കെ, ക്ലാസ്സിൽ കാണാം.